കൂട്ടുകാരെ, നമുക്ക് ഇന്ന് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് ആയാലോ? ഇന്ത്യൻ നവോത്ഥാനവും കേരള നവോത്ഥാനവും ഒരു റിവിഷൻ ക്ലാസ് ആണ്. 2025 PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ് ആണ്. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കാണ് നമുക്ക് വലിയ സപ്പോർട്ട് ആകുന്നത്. അതുപോലെ തന്നെ കമന്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കായി ചാനൽ പങ്കുവെക്കാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, കുറേയധികം ക്വസ്റ്റ്യൻസ് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് 2025 പല എക്സാമിനും ചോദിച്ചിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കുറേയധികം എക്സാമിൽ 2026 എക്സാമുകളുടെ ഒരു പരമ്പരയാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. നിലവിൽ ചോദിച്ചിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ സി, വി.ടി. ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അദ്ദേഹത്തിന്റെ ആത്മകഥയുണ്ട്. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഏതാണ്? നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട്. കണ്ണീരും കിനാവും വി.ടി. ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണല്ലേ. വെള്ളിത്തിരുത്തി താഴത്ത് മനയ്ക്കൽ രാമൻ ഭട്ടതിരിപ്പാട് എന്ന വി.ടി. ഭട്ടതിരിപ്പാട് അല്ലെ 1896 ജനിച്ചു. 1982 അദ്ദേഹം മരണമടഞ്ഞത്. നമുക്കറിയാം, കേരളത്തിലെ പ്രശസ്തനായ സാമൂഹിക പരിഷ്കർത്താവും എഴുത്തുകാരനുമായിരുന്നു ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ വ്യക്തി കൂടിയാണ് ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. അപ്പോൾ വി.ടി. ഭട്ടതിരിപ്പാട് ജനിച്ചത് എവിടെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാലക്കാട് ജില്ലയിലെ മേഴത്തൂർ മന കേട്ടിട്ടുണ്ടാവും. മേഴത്തൂരിലാണ് ജനിച്ചത്. 1896 മാർച്ച് 26 അദ്ദേഹം ജനിക്കുന്നത്. നമ്പൂതിരി സമുദായത്തിലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ അദ്ദേഹം പരിശ്രമിച്ചു എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മറക്കുട ബഹിഷ്കരണം, വിധവാ വിവാഹം, ഇതൊക്കെ എക്സാമിന് ചോദിക്കും. മറക്കുട ബഹിഷ്കരണം, വിധവാ വിവാഹം എന്നിവയ്ക്കായി പോരാടിയ വ്യക്തി കൂടിയാണ് ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. നമ്പൂതിരി സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾ തുറന്നു കാട്ടിയ കൃതി കൂടിയാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആത്മകഥ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി, കണ്ണീരിക്കിനാവും അല്ലേ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളുണ്ട്. മറ്റു പ്രധാന കൃതികളാണ് ചാവീർ, കർമ്മവിഭാഗം. നമ്മുടെ പ്ലേലിസ്റ്റിലെ എല്ലാ നവോത്ഥാന നായകരെ കുറിച്ചും ഓരോ നവോത്ഥാന നായകരെ കുറിച്ചുള്ള പ്രത്യേക ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക. അദ്ദേഹം മരണപ്പെട്ടത്, വി.ടി. ഭട്ടതിരിപ്പാട് മരണപ്പെട്ടത് നിങ്ങൾക്കറിയാം 1982 ഫെബ്രുവരി 12 അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ അല്ലേ? കുറച്ച് വിവരങ്ങൾ മാത്രമേ നമ്മൾ പങ്കുവയ്ക്കുന്നുള്ളൂ. ഇതേ ഇവിടെ ശ്രദ്ധിച്ചേ, ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ, ഓ ചന്തുമേനോൻ. വളരെ ഫേമസ് ആയിട്ടുള്ള പേരാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, ഓ ചന്തുമേനോൻ. എന്താണ് ഈ ഓ ചന്തുമേനോന്റെ പ്രത്യേകത? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാടേ? നിങ്ങൾക്കറിയാം, ഇന്ദുലേഖ അല്ലേ. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവലായ ഇന്ദുലേഖയുടെ കർത്താവാണ് ആര്? ഓ ചന്തുമേനോൻ. 1847 ജനുവരി 9 ഓ ചന്തുമേനോൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ കൃതിയാണ്, അതായത് മലയാളത്തിലെ ആദ്യ നോവലായി പരിഗണിക്കപ്പെടുന്ന ഇന്ദുലേഖ 1889 ആണ് അദ്ദേഹം രചിച്ചത്. ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖ. പാശ്ചാത്യ വിദ്യാഭ്യാസവും, എക്സാമിന് ഒരുപക്ഷെ ഇങ്ങനെ ചോദിക്കാം, പാശ്ചാത്യ വിദ്യാഭ്യാസവും സ്ത്രീ വിദ്യാഭ്യാസവും പ്രമേയമായ ഓ ചന്തുമേനോന്റെ കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോവൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദുലേഖ എന്ന് എഴുതണം. വേറൊന്നും എഴുതരുത്. 1889 പുറത്തിറങ്ങിയ ഇന്ദുലേഖയാണ് പാശ്ചാത്യ വിദ്യാഭ്യാസവും സ്ത്രീ വിദ്യാഭ്യാസവും പ്രമേയമാക്കിയ കൃതിയാണ്. മലയാള സാഹിത്യത്തിന്റെ ഒരു നാഴികക്കല്ലായ കൃതിയാണ് ഓ ചന്തുമേനോൻ രചിച്ച മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ. 1889 പുറത്തിറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ നോവൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ശാരദ. ഓ ചന്തുമേനോന്റെ രണ്ടാമത്തെ നോവലാണ് ശാരദ. ഇദ്ദേഹത്തിന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആദ്യ ഭാഗം മാത്രമേ, ഈ ശാരദയുടെ ആദ്യ ഭാഗം മാത്രമേ
പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. അതുപോലെ തന്നെ എക്സാമിന് ചോദിക്കാം. ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒ ചന്തുമേനോന് റാവൂർ ബഹദൂർ പട്ടം നൽകി. ഈ എക്സാമിന് ചോദിക്കാം. റാവു ബഹദൂർ, ബ്രിട്ടീഷ് ഗവൺമെന്റ് റാവു ബഹദൂർ പട്ടം നൽകി ആദരിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നവിടെ ഒ ചന്തുമേനോനാണ്. റാവു ബഹദൂർ പട്ടം നൽകി ആദരിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സബ് ജഡ്ജി ആയിട്ടൊക്കെ അദ്ദേഹം സേവനമൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട്. അതും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഒ ചന്തുമേനെ കുറിച്ച് ചെറിയൊരു വിവരണം. ഇനി നോക്കിയേ, ഓപ്ഷൻ ബി സി വി രാമൻപിള്ള. ഈ സി വി രാമൻപിള്ളയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാമായിരിക്കാം. മലയാളത്തിലെ എക്സാമിന് ഒരു പക്ഷെ ഇങ്ങനെ ചോദിക്കാം, മലയാളത്തിലെ ചരിത്ര നോവലുകളുടെ പിതാവ് ആരാടെ? സി വി രാമൻപിള്ളയാണ് മലയാളത്തിലെ ചരിത്ര നോവലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1858 മെയ് 19 തിരുവനന്തപുരത്താണ് സി വി രാമൻപിള്ള ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ, അദ്ദേഹം ചരിത്ര നോവലുകളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന ചരിത്ര നോവലാണ് സി വി രാമൻപിള്ളയുടെ പ്രസിദ്ധമായ ചരിത്ര നോവലാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാർത്താണ്ഡവർമ്മ. 1891 പുറത്തിറങ്ങിയ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ്. അതും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് ഇത്, മാർത്താണ്ഡവർമ്മ. 1891 പുറത്തിറങ്ങിയ സി വി രാമൻപിള്ള രചിച്ച വേണാടിന്റെ ചരിത്രവും മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണാരോഹണവുമാണ് ഈ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ചരിത്ര നോവലിലെ പ്രമേയം തന്നെ. ഓർത്തിരിക്കണം. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ച സി വി രാമൻപിള്ളയാണ് 1891. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ രാമവർമ്മ മഹാരാജാവ്, ധർമ്മരാജ എന്നറിയപ്പെട്ട രാമവർമ്മ മഹാരാജാവിന്റെ കാലഘട്ടത്തെ ആസ്പദമാക്കി സി വി രാമൻപിള്ള രചിച്ച ചരിത്ര നോവലാണ് ധർമ്മരാജ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ രാമരാജ ബഹദൂർ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ടിപ്പു സുൽത്താന്റെ ആക്രമണവും തിരുവിതാംകൂറിന്റെ പ്രതിരോധവും ഇതിവൃത്തമാക്കി സി വി രാമൻപിള്ള രചിച്ച ചരിത്ര നോവലാണ് രാമരാജ ബഹദൂർ. അപ്പോൾ ഈ 3 ചരിത്ര നോവലുകളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഈ 3 നോവലുകളെയും ചേർന്നിട്ട് സി വിയുടെ ചരിത്രാഖ്യായികൾ ഇങ്ങനെ ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പില്, അല്ലെങ്കിൽ 2 തന്നിട്ട് മറ്റേതാണെന്ന് ചോദിക്കുക. സി വി രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികൾ എന്നറിയപ്പെടുന്ന ചരിത്ര നോവലുകളാണ് ഒന്ന് മാർത്താണ്ഡവർമ്മയും, രണ്ടാമത്തത് ധർമ്മരാജയും, മൂന്നാമത്തെ രാമരാജ ബഹദൂറും. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാമൂഹികമായ ഒരു നോവലുണ്ട്. ഏതെന്നറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രേമാമൃതമാണ്. പ്രേമാമൃതം എന്ന് പറയുന്ന സാമൂഹിക നോവൽ രചിച്ചതും ആരാണ്? സി വി രാമൻപിള്ളയാണ്. അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓക്കെ അല്ലേ? സി വി രാമൻപിള്ളയെ കുറിച്ച് ചെറിയൊരു വിവരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. AR രാജരാജവർമ്മയെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലെ? കേരള പാണിനി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് AR രാജരാജവർമ്മ അല്ലെ? കേരള പാണിനി എന്നറിയപ്പെടുന്ന ആരാടെ? AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്. 1863 ഫെബ്രുവരി 20 ചങ്ങനാശ്ശേരിയിലെ ലക്ഷ്മിപുരം കൊട്ടാരത്തിലാണ് AR രാജരാജവർമ്മ ജനിക്കുന്നത്. അപ്പോൾ കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മ ജനിച്ചത് 1863 ഫെബ്രുവരി 20 അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നിങ്ങൾക്കറിയുമോ? ഭാഷാഭൂഷണം, അതുപോലെ തന്നെ വൃദ്ധമഞ്ജരി, കേരള പാണിനീയം, സാഹിത്യസാഹ്യം, ഇവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾപ്പെട്ടതാണ്. ഏതൊക്കെയാണ്? ഭാഷാഭൂഷണം, അലങ്കാര ശാസ്ത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. എക്സാമിന് ഒരു പക്ഷേ ഇങ്ങനെയും ചോദിക്കാം, അലങ്കാര ശാസ്ത്രത്തെക്കുറിച്ചുള്ള AR രാജരാജവർമ്മ രചിച്ചിട്ടുള്ള ഗ്രന്ഥം അല്ലെ കൃതി ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷാഭൂഷണമാണ്. അതുപോലെ തന്നെ വൃത്തശാസ്ത്രത്തെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥം, അലങ്കാരവും വൃത്തവും ഒക്കെ നമ്മൾ വ്യാകരണവുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ വൃത്തശാസ്ത്രത്തെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമാണ് വൃദ്ധമഞ്ജരി എന്ന് പറയുന്നത്. ഇതിന് രചിച്ചിട്ടുള്ളത് AR രാജരാജവർമ്മയാണ്. അതുപോലെ മലയാള വ്യാകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം, അദ്ദേഹത്തെ ആ പേരിലാണ് അറിയപ്പെടുന്നത്, കേരള പാണിനി. കേരള പാണിനീയമാണ് മലയാള വ്യാകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം എന്ന കേരള പാണിനീയം രചിച്ചിട്ടുള്ളത് എന്ന കൃതി രചിച്ചിട്ടുള്ളത് ആരാടെ? AR രാജരാജവർമ്മയാണ്. അതുപോലെ തന്നെ സാഹിത്യസാഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗദ്യരചനയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന AR രാജരാജവർമ്മയുടെ കൃതിയാണ് ഏത്? സാഹിത്യസാഹ്യം എന്ന് പറയുന്ന. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേടേ?
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏത്? 4 പ്രസ്താവനകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. രണ്ടാമത്തെ പ്രസ്താവന 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. മൂന്നാമത്തത് 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. നാലാമത്തെ പ്രസ്താവന 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, നമ്മൾ വാഗ്ഭടാനന്ദ ഗുരുവിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണ്. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. അത് ശരിയാണ്. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അതും ശരിയാണ്. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് അത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ കിട്ടും. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 1, 2, 3 പ്രസ്താവനകൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ വാഗ്ഭടാനന്ദ ഗുരുവിനെ കുറിച്ച് കുറേയധികം വസ്തുതകൾ, ഫാക്ട്സ് നിങ്ങൾക്കറിയാവുന്നതാണ്. വാഗ്ഭടാനന്ദ ഗുരു 1885 എക്സാമിന് ചോദിക്കാറുണ്ട്. 1885 ഏപ്രിൽ 27 കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലാണ് വാഗ്ഭടാനന്ദ ഗുരു. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? നിങ്ങൾക്കറിയാം, വയലേരി കുഞ്ഞിക്കണ്ണൻ. വയലേരി കുഞ്ഞിക്കണ്ണനാണ് വാഗ്ഭടാനന്ദ ഗുരുവായി മാറിയത്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്, അതും അറിഞ്ഞിരിക്കണം. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദൻ എന്ന പേര് വയലേരി കുഞ്ഞിക്കണ്ണന് നൽകുന്നത്. അദ്ദേഹത്തിന്റെ പ്രാസംഗ പാടവത്തിലും പാണ്ഡിത്യത്തിലും ആകൃഷ്ടനായി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദ ഗുരു എന്ന പേര് നൽകുന്നത്. അദ്ദേഹം മരിച്ചത് നിങ്ങൾക്കറിയാം 1939 ഒക്ടോബർ 29 പിന്നെ എങ്ങനെയാണ് 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിന്റെ ആത്മവിദ്യാസംഘത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എക്സാമിന് ചോദിക്കും. വാഗ്ഭടാനന്ദ ഗുരുവിന്റെ അല്ലെങ്കിൽ വയലേരി കുഞ്ഞിക്കണ്ണന്റേതാണ് ഇത് ആത്മവിദ്യാസംഘം എന്ന് പറയുന്ന 1917 വടകരയിലെ കാരക്കാട് സ്ഥാപിതമായതാണ് ഈ ആത്മവിദ്യാസംഘം എന്ന് പറയുന്ന സംഘടന. ജാതി വ്യവസ്ഥയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ സംഘടന കൂടിയാണ് ആത്മവിദ്യാസംഘം. ഈ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാടെ? 1917 ആ വർഷം അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വർഷം ഉൾപ്പെടെ വാഗ്ഭടാനന്ദ ഗുരു എന്ന വയലേരി കുഞ്ഞിക്കണ്ണനാണ്. അതുപോലെ നിങ്ങൾക്കറിയാം ഫേമസ് ആയിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റി അല്ലെ? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ULCCS സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് വാഗ്ഭടാനന്ദൻ. ഓക്കെ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് വാഗ്ഭടാനന്ദ ഗുരു. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കോഴിക്കോട് കാരപ്പറമ്പില് വാഗ്ഭടാനന്ദ ഗുരു സ്ഥാപിച്ച ഒരു സംസ്കൃത വിദ്യാലയമുണ്ട്. ഈ സംസ്കൃത വിദ്യാലയമാണ് തത്വപ്രകാശിക. എക്സാമിന് ചോദിക്കും, തത്വപ്രകാശിക സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദ ഗുരുവാണ്. കോഴിക്കോട് കാരപ്പറമ്പിലാണ് സംസ്കൃത വിദ്യാലയമാണ്. അദ്ദേഹത്തിന്റെ സന്ദേശവും ദർശനവും ഒക്കെ എന്ന് പറഞ്ഞാൽ എക്സാമിന് ചോദിക്കും. ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ആഹ്വാനമാണ്, വാഗ്ഭടാനന്ദ ഗുരുവിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. അതുപോലെ തന്നെ നമുക്കറിയാം അദ്വൈത സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്തിരുന്നു. അതേപോലെ എല്ലാ മനുഷ്യരും ഒന്നാണെന്ന ബോധം പകരുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ആര്? വാഗ്ഭടാനന്ദ ഗുരു. അതുപോലെ തന്നെ 1924 നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ നവോത്ഥാന നായകൻ കൂടിയാണ് വാഗ്ഭടാനന്ദ ഗുരു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളും മാസികകളും ഒക്കെ നമ്മൾ അന്ന് അറിഞ്ഞിരിക്കണം. എക്സാമിന് ചോദിക്കാറുണ്ട്. വാഗ്ഭടാനന്ദ ഗുരുവിന്റെ പ്രധാന കൃതികളാണ് ആത്മവിദ്യ, ഈശ്വര വിചാരം, അധ്യാത്മയുദ്ധം, ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും. ഏതൊക്കെയാണ്? ആത്മവിദ്യ, ഈശ്വര വിചാരം, അധ്യാത്മയുദ്ധം, ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാസികകൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, ശിവയോഗി വിലാസം, യജമാനൻ, ഇവയൊക്കെ വാഗ്ഭടാനന്ദന്റെ പ്രധാന കൃതികളാണ്. നമുക്കറിയാം മലബാറിലെ സാമൂഹിക വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാലും വാഗ്ഭടാനന്ദ ഗുരുവെന്നേ എഴുതാവൂ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ യുക്തിസഹമായ പോരാട്ടം നടത്തിയ വ്യക്തി കൂടിയാണ് ആര്? വാഗ്ഭടാനന്ദ ഗുരു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ.
ഇവിടെ നോക്കിയേ, വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ്. ഒന്നാമത്തെ പ്രസ്താവന ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ്. അതുപോലെ രണ്ടാമത്തെ പ്രസ്താവന മാപ്പിള റിവ്യൂവിന്റെ പത്രാധിപരായിരുന്നു. അതുപോലെ മൂന്നാമത്തെ പ്രസ്താവന നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. നാലാമത്തെ പ്രസ്താവന സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതിൽ 4 പ്രസ്താവനകളും ശരിയാണ്. ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ്, മാപ്പിള റിവ്യൂവിന്റെ പത്രാധിപരായിരുന്നു, അതുപോലെ നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്, അതുപോലെ സ്വദേശാഭിമാനി എന്ന നാടകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നമുക്കറിയാം 1873 വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നത്. അതുപോലെ 1932 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ ആധുനിക വിദ്യാഭ്യാസവും സാമൂഹിക പരിഷ്കരണവും കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. നമുക്കറിയാം 1905 അഞ്ചുതെങ്ങിൽ നിന്ന് സ്വദേശാഭിമാനി പത്രം വർഷമൂർത്തിരിക്കുക 1905. 1905 അഞ്ചുതെങ്ങിൽ നിന്ന് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ചത്. നമുക്കറിയാം അതിനുശേഷമാണ് രാമകൃഷ്ണ പിള്ളയെ ഇതിന്റെ പത്രാധിപരായി അദ്ദേഹം നിയമിക്കുന്നത്. അതുപോലെ മുസ്ലിങ്ങൾക്കിടയിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടുകയും സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവർക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണമെന്ന് വാദിക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ കൂടിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളാണ് മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. ഈ മാസികകളൊക്കെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചതാണ്. മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അപ്പോൾ നമുക്ക് ആദ്യം വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് ചെറിയൊരു വിവരണം അറിഞ്ഞിരിക്കണം അല്ലേ. സവർണർക്ക് മാത്രം സഞ്ചരിക്കാൻ അനുവാദമുണ്ടായിരുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1924-25 കാലയളവിൽ. നമുക്കറിയാം തുടങ്ങിയത് 1924 മാർച്ച് 30-നാണ്. ഇതിന് നേതൃത്വം നൽകിയവരെയൊക്കെ നിങ്ങൾക്കറിയാം. ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ, കെ. കേളപ്പൻ, ഇവരൊക്കെ പ്രധാന നേതാക്കളാണ്. ഇതിൽ ഗാന്ധിജിയുടെ പങ്ക് എന്തായിരുന്നു? സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി 1925 വൈക്കം സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സവർണ ജാഥ നിങ്ങൾക്കറിയാം അല്ലേ. സത്യാഗ്രഹത്തിന് പിന്തുണ അറിയിച്ച് സ്ഥിര എക്സാമിന് ചോദിക്കുന്നതാണ്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ ജാഥയാണ് സവർണ ജാഥ. 603 ദിവസമാണ് ഡേയ്സ് അറിഞ്ഞിരിക്കണം. 603 ദിവസമാണ് ഈ വൈക്കം സത്യാഗ്രഹ പ്രക്ഷോഭം നീണ്ടു നിന്നത്. 1925 നവംബറിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 3 റോഡുകളിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്തു. നമുക്കറിയാം കേരളത്തിലെ ഐത്തോച്ചാടന ചരിത്രത്തിലെയും നവോത്ഥാന പ്രസ്ഥാനത്തിലെയും സുപ്രധാന ഒരു നാഴികക്കല്ലാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. നോക്കി, ഒന്നാമത്തെ പ്രസ്താവന സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. അതുപോലെ ഇ.വി. രാമസ്വാമി നായ്ക്കർ തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അത് രണ്ടും ഓക്കെയാണ്. നമുക്കറിയാം ആ സമയത്ത് സേതുലക്ഷ്മി ബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി എന്നുള്ളത്. 4ാമത് തെറ്റാണ്. കാരണം ക്ഷേത്രപ്രവേശനം അല്ലേ? ക്ഷേത്രപ്രവേശനമാണോ? അല്ല. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 3 റോഡുകൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു. ക്ഷേത്രപ്രവേശനമല്ല. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ രാജാ റാം മോഹൻ റോയുമായി ബന്ധപ്പെട്ടതാണ്. താഴെ പറയുന്നവയിൽ രാജാ റാം മോഹൻ റോയുടെ രചനകൾ പെടാത്തത് ഏതാണെന്ന്. ഒന്നാമത്തെ പ്രസ്താവന അല്ലെങ്കിൽ രചന എന്ന് തന്നിരിക്കുന്ന പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്. രണ്ടാമത്തത് തുഹ്ഫത്തുൽ മുവഹിദീൻ. മൂന്നാമത്തത് ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. 4ാമത്തത്
സതിഹിത ബോധിനി. ഇതിൽ 4ാമത്തെ മാത്രമാണ് രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത്. ഏതാ? സതിഹിത ബോധിനി. ബാക്കി 3 രചനകളും രാജാറാം മോഹൻ റോയുടേതാണ്. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുവഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. ആരുടെ? രാജാറാം മോഹൻ റോയ്. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. 1772 അദ്ദേഹം ജനിക്കുന്നത്. 1772 ജനിക്കുകയും അതുപോലെ തന്നെ 1833 മരണപ്പെടുകയും ചെയ്ത ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ സാമൂഹിക മത പരിഷ്കർത്താവായിരുന്നു ആര്? രാജാറാം മോഹൻ റോയ്. നമുക്കറിയാം, ഇന്ത്യയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിർത്തലാക്കുകയും അതിനുവേണ്ടി പ്രയത്നിച്ച വ്യക്തി കൂടിയാണ് രാജാറാം മോഹൻ റോയ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനു വേണ്ടിയും പ്രവർത്തിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അദ്ദേഹമാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചതെന്നറിയാം. ആധുനിക ഇന്ത്യയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരേ ഒരാളാണ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ആധുനിക ഇന്ത്യയുടെ പിതാവ്. അതുപോലെ തന്നെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. അതേപോലെ തന്നെ ബംഗാൾ നവോത്ഥാനത്തിന്റെ പ്രധാനി. എക്സാമിന് ചോദിക്കാം, ബംഗാളിലാണ് അദ്ദേഹം ജനിക്കുന്നത് തന്നെ അല്ലെ, പശ്ചിമ ബംഗാൾ. യുക്തിവാദത്തിന്റെ പ്രചാരകൻ, ആധുനിക ചിന്തയുടെ ഉപജ്ഞാതാവ്, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇതൊക്കെ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. നമുക്കറിയാം സതി എന്താണെന്ന് നമുക്കറിയാം. 1829 സതി നിരോധനം നിയമമായപ്പോൾ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. 1828 ബ്രഹ്മസഭ സ്ഥാപിക്കുന്നത് അദ്ദേഹം. ഇത് പിന്നീടാണ് ബ്രഹ്മസമാജമായി മാറുന്നത്. ഏകദൈവ ആരാധനയെയും എല്ലാ മതങ്ങളുടെയും ഐക്യത്തെയും പ്രോത്സാഹിപ്പിച്ച് രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചതാണ് ബ്രഹ്മസമാജം. അതുപോലെ തന്നെ ആധുനിക ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തി കൂടിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് ഇന്ത്യയിൽ അദ്ദേഹമാണ്. രാജാറാം മോഹൻ റോയ് ആണ്. ബംഗാളിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? ഗൗഡിയ എന്നാണ് കേട്ടോ. ഒരുപക്ഷെ എക്സാമിന് ചോദിക്കാം. ബംഗാളിയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ് ഗൗഡിയ. ഈ ഗൗഡിയ ഗ്രന്ഥം രചിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആധുനികതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? രാജാറാം മോഹൻ റോയ് ആണ് ആധുനികതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ കുറെ കൃതികൾ പഠിച്ചു അല്ലെ, രചനകള്. തുഹ്ഫത്തുൽ മുവഹിദീൻ, അദ്ദേഹം ഇത് രചിച്ചത് 1803 1803 ഏത് രചിച്ചത്? തുഹ്ഫത്തുൽ മുഹവ്വദീൻ. അതുപോലെ തന്നെ വേദാന്ത ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഉപനിഷത്തുകളുടെ വിവർത്തനങ്ങൾ. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ് 1820 പുറത്തിറങ്ങിയതാണ് അല്ലെ, രചിച്ചതാണ് പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്. എ കോൺഫറൻസ് ബിറ്റ്വീൻ ദ അഡ്വക്കേറ്റ് ഫോർ an opponent of practice of burning widows alive. ഇതും അദ്ദേഹത്തിൻ്റെതാണ്. 1818 രചിച്ചതാണ്. ഏതാണ്? എ കോൺഫറൻസ് ബിറ്റ്വീൻ ദ അഡ്വക്കേറ്റ് ഫോർ an opponent of practice of burning widows alive എന്നുള്ളതും രാജാറാം മോഹൻ റോയുടെ രചനയിൽപ്പെടുന്നതാണ്. അതുകൂടി അറിഞ്ഞിരിക്കണം. ഈ തുഹ്ഫത്തുൽ മുഹാഹിദീൻ, ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന് മലയാളത്തിൽ പറയാം. 1803 യുക്തിരഹിതമായ അന്ധവിശ്വാസങ്ങളെയും ബഹുദൈവത്വത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ഏകദൈവത്തിലുള്ള വിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ച രാജാറാം മോഹൻ റോയുടെ കൃതിയാണ് തുഹ്ഫത്തുൽ മുവാഹിദീൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 1815 വേദാന്ത ഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുകളുടെയും വേദങ്ങളുടെയും വിവർത്തനവും സംഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ സതി നിരോധിച്ചതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. സതിക്കെതിരെ ബംഗാളിയിലും ഇംഗ്ലീഷിലും എഴുതിയ ഗ്രന്ഥമാണ് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ എ കോൺഫറൻസ് ബിറ്റ്വീൻ ദ അഡ്വക്കേറ്റ് ഫോർ ആൻഡ് ആൻ ഒപ്പണന്റ് ഓഫ് പ്രാക്ടീസ് ഓഫ് ബേണിംഗ് വിഡോസ് എലൈവ്. 1818 പുറത്തിറങ്ങിയ എ കോൺഫറൻസ് ബിറ്റ്വീൻ ദ അഡ്വക്കേറ്റ് ഫോർ ആൻഡ് ആൻ ഒപ്പണന്റ് ഓഫ് പ്രാക്ടീസ് ഓഫ് ബേണിംഗ് വിഡോസ് എലൈവ്. അത് സതിക്കെതിരെ ബംഗാളിയിലും ഇംഗ്ലീഷിലും എഴുതിയ ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ ഹിന്ദുമതത്തിലെ ഏകദൈവ വിശ്വാസത്തിന് വേണ്ടി വാദിക്കുന്ന രാജാറാം മോഹൻ റോയുടെ കൃതിയാണ് എ ഡിഫൻസ് ഓഫ് ഹിന്ദു തേസം.
1820 ഇറങ്ങിയ 1820 ഇറങ്ങിയ ഡിഫൻസ് ഓഫ് ഹിന്ദു തെയിസം എന്നുള്ള കൃതി. അതുപോലെ തന്നെ പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, ദ ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, അതാണ് ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് നമ്മൾ തന്നെ 1820. യേശുക്രിസ്തുവിന്റെ ധാർമ്മിക പഠിപ്പിക്കലുകൾക്ക് പ്രാധാന്യം നൽകി ക്രിസ്തുമതത്തിലെ അത്ഭുതങ്ങളെ വിമർശിച്ച രാജാറാം മോഹൻ റെഡ്ഡി കൃതിയുടെ പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, ദ ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. അതുപോലെ തന്നെ ബംഗാളി ഭാഷയുടെ വ്യാകരണത്തെക്കുറിച്ച് ബംഗാളി വ്യാകരണം, ബംഗാളി ഗ്രാമർ 1826 പുറത്തിറങ്ങിയ. അതുപോലെ ദ യൂണിവേഴ്സൽ റിലീജിയൻ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു രചനയാണ് ദ യൂണിവേഴ്സൽ റിലീജിയൻ. 1829 പുറത്തിറങ്ങിയ സാർവത്രിക മതത്തെക്കുറിച്ചുള്ള ആശയമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഇതിൽ 4ാമത്തെ ഓപ്ഷൻ കാണുമ്പോൾ സതി നിരോധിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് രാജാറാം മോഹൻ റോയ് എന്നറിയാം. അപ്പോൾ ഇത് സതിഹിത ബോധിനി അദ്ദേഹത്തിൻ്റെതാണെന്ന് കരുതരുത്. നിങ്ങള് സതിഹിത ബോധിനി ആരാടി ആരംഭിച്ച, അല്ലെങ്കിൽ ഈ മാസികയാണ് ഇത് ആരംഭിച്ചത് ആരാണ് അറിയുമോ? സ്ത്രീകൾക്കായിട്ട് ആരംഭിച്ചതാണ് സതിഹിത ബോധിനി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കണ്ടുകുരി വീരേശലിംഗം പന്തുലു, വീരേശലിംഗം പന്തുലുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? തെലുങ്ക് സാമൂഹിക പരിഷ്കർത്താവായ വീരേശലിംഗം പന്തുലു, കണ്ടുകുരി വീരേശലിംഗം പന്തുലു രചിച്ചിട്ടുള്ള മാസികയാണ് ഈ തന്നിരിക്കുന്ന 4ാമത്തെ ഓപ്ഷനായ സതിഹിത ബോധിനി. ഓക്കെ അല്ലേ? ഇത് ലക്ഷ്യമെന്ന് പറയുന്നത് സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, വിധവാ വിവാഹം, മറ്റ് സാമൂഹിക പരിഷ്കാരങ്ങൾ എന്നിവ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തെലുങ്കിൽ പുറത്തിറങ്ങിയ മാസികയാണ് കണ്ടുകുരി വീരേശലിംഗം പന്തുലു രചിച്ചിട്ടുള്ള സതിഹിത ബോധിനി. ഓക്കെ അല്ലേ? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കുവയ്ക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടും അതിൻ്റെ റിലേറ്റീവ് ഫാക്ട്സുമായിട്ട് നമുക്ക് മുന്നേറാം. എല്ലാവർക്കും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ബൈ, ടേക്ക് കെയർ.